ഗൗരവമായ എന്തോ ചില ആലോചനയിലാണല്ലോ പ്രസാദ്. ഞാനിവിടെ വന്ന് നിന്നതുപോലെ അറിഞ്ഞില്ല. ശരിയാണ്, എനിക്ക് നല്ല വിഷമമുണ്ട്. എന്തിനാ വിഷമം? ഇന്നത്തെ ഈ നൈറ്റും കൂടി കഴിഞ്ഞാൽ ഞാൻ പോവുകയാണ്. ഇവിടെ കിട്ടിയ സുഖം, സന്തോഷം എനിക്ക് മറ്റൊരിടത്തും കിട്ടിയിട്ടില്ല, ഇനി കിട്ടുകയില്ല. ഒന്നും അറിയാതെ, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ കുറേ നാളുകൾ. നാളെ മുതൽ അതെല്ലാം നഷ്ടമാവുകയാണല്ലോ ഓർക്കുമ്പോൾ. ഇത് പ്രസാദിന്റെ മാത്രം അവസ്ഥയല്ല. ഇവിടുന്ന് ചികിത്സ കഴിഞ്ഞു പോകുന്ന മിക്ക രോഗികളും ഇങ്ങനെ തന്നെ. ഇവിടുത്തെ അന്തരീക്ഷവുമായിട്ട് അറിയാതൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിപ്പോവും. വിട്ടുപിരിയാൻ കഴിയാത്തൊരു അറ്റാച്ച്മെന്റ്. പക്ഷേ പ്രസാദ് ഇപ്പം വിഷമിക്കുകയല്ല, സന്തോഷിക്കുക വേണ്ടത്. കാരണം ഏറെ നാൾ വിശ്വസിച്ചിരുന്ന സത്യം തെറ്റാണെന്ന് മനസ്സിലായില്ലേ? സുമിത്ര പ്രസാദിനെ കാണാൻ വന്നില്ലേ? അതെ ഡോക്ടർ, ആ ഒരു സന്തോഷമേ ഉള്ളൂ എനിക്കിപ്പോ. നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് തിരിച്ചു കിട്ടിയില്ലേ, മനസ്സിന് വല്ലാത്തൊരു കുളിർമ. പക്ഷേ സുമിത്ര വന്നതുകൊണ്ട് നഷ്ടമുണ്ടായത് എനിക്കാണ്. നഷ്ടോ? ഡോക്ടർക്ക് എന്ത് നഷ്ടമുണ്ടായി? കൊള്ളാം, എന്ത് നഷ്ടമുണ്ടായിന്നോ? സുമിത്ര വന്നില്ലായിരുന്നെങ്കിൽ ആ വേക്കൻസിയിൽ എനിക്കൊരു നിയമനം കിട്ടില്ലായിരുന്നോ? എനിക്ക് മനസ്സിലായില്ലേ ഡോക്ടർ. ഇതാണ് ചില പുരുഷന്മാർ ചില നേരത്ത് മഹാ അജ്ഞാനികളാണെന്ന് പറയുന്നത്. സൂചനകൾ കൊണ്ടൊന്നും മനസ്സിലാക്കില്ല, തുറന്ന് പറയിച്ച് രഹസ്യങ്ങളുടെ ഭംഗി മുഴുവനും കെടുത്തിക്കളയും. സത്യമായും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്നാ തുറന്ന് തന്നെ പറഞ്ഞേക്കാം, പ്രസാദിന്റെ എഞ്ചിനീയർ സ്കില്ലാണ് ആദ്യം എന്നെ ആകർഷിച്ചത്. ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യനോടുള്ള അനുകമ്പയും ബ്രില്യൻ്റായ ഒരു ആർക്കിടെക്റ്റിനോടുള്ള ബഹുമാനവും. അങ്ങനെ വ്യക്തമായി പറയാൻ കഴിയാത്ത പലതും. എൻ്റെ സ്വന്തം ഏട്ടൻ്റെ ക്രൂരതകൾക്കിരയായ ആളാണെന്നുകൂടി അറിഞ്ഞപ്പോൾ പ്രസാദ് എനിക്ക് മറ്റു രോഗികളിൽ നിന്നും തീർത്തും വ്യത്യസ്തനായി. ഒരു നല്ല ഡോക്ടർക്ക് ഒരിക്കലും ഒരു രോഗിയോട് മാത്രമായി അങ്ങനെ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഉണ്ടായിപ്പോയി. ഞാനും ഒരു മനുഷ്യ സ്ത്രീയാണല്ലോ. 2 വട്ടം ഞാൻ സുമിത്രയെ ചെന്ന് കണ്ടു. നിങ്ങളുടെ കൂടിച്ചേരലിനായി സിൻസിയറായി ശ്രമിച്ചു. പക്ഷേ സുമിത്രയുടെ റിയാക്ഷൻ പ്രതികൂലമായിരുന്നു. സുമിത്ര വരില്ലെന്ന് എനിക്കുറപ്പായി. അപ്പോ വീണ്ടും എനിക്ക് പ്രതീക്ഷയുണ്ടായി. ഒരിക്കൽ എൻ്റെ ഏട്ടൻ പോലും ചോദിച്ചു പ്രസാദിനോട് എനിക്ക് പ്രേമമാണോ എന്ന്. അതെ എന്ന് ഞാൻ വാശിയിൽ പറഞ്ഞു. പക്ഷേ അതിൽ സത്യമുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ, ഞാൻ പറയട്ടെ, പ്രസാദ് നേഴ്സിംഗ് ഹോം വിട്ടുപോകുന്നത് എന്നെ വളരെ വേദനിപ്പിച്ചിരുന്നു. പക്ഷേ ആ വേദനയും ആ ആഗ്രഹവും ഒക്കെ ഇപ്പൊ നിസ്സാരമായി തീർന്നിരിക്കുന്നു. ഇപ്പൊ എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ, പ്രസാദും സുമിത്രയും ഒന്നാകണം. അതേ സംഭവിക്കാൻ പാടുള്ളൂ. ബാക്കിയൊക്കെ വേറെ സ്വപ്നം. ആ, പ്രസാദ് ഉറങ്ങുന്നില്ലേ? ചെന്ന് കിടന്നോളൂ. നാളെ രാവിലെ പുറപ്പെടേണ്ടതല്ലേ?
എന്താ മോനെ, എന്തോ വിഷമം പോലെ? ശരിയാമ്മേ, ഇവിടുന്ന് പോവുകയാണെന്ന് ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ശൂന്യത. അസുഖം മാറിയാ പിന്നെ ഇവിടെ കഴിയേണ്ട കാര്യമില്ലല്ലോ. ഇനി ഈ ആശുപത്രി അന്തരീക്ഷമൊക്കെ മറന്ന് പ്രസന്നമായ കുടുംബാന്തരീക്ഷത്തിലേക്ക്, അതാണ് ആവശ്യം. ഇവിടെയും അതേ അന്തരീക്ഷം തന്നെയാണ് ബാലമാമ ഞാൻ അനുഭവിച്ചിരുന്നത്. ഒരു ഹോസ്പിറ്റലായിരുന്നില്ല ഇത്, വീടായിരുന്നു. കുറേ മരുന്നുകളുടെയും ഒരു നേഴ്സിൻ്റെയും അകമ്പടിയോടുകൂടി വിരുന്ന് വരുന്ന ഡോക്ടറായിരുന്നില്ല ഡോക്ടർ രേഖ. മരുന്നല്ല, മനസ്സാണ് അവർ ഞങ്ങൾക്ക് തന്നത്. ഇത് വീട് തന്നെയാ ബാലമാമ. വീട്ടിൽ നിന്നാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്, ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക്. എനിക്ക് സന്തോഷമുണ്ട്, ദുഃഖവും. ഞാനിവിടെ എത്തുമ്പോൾ എങ്ങനെയായിരുന്നു എന്ന് ബാലമാമയ്ക്ക് ഓർമ്മ ഉണ്ടാവും. എൻ്റെ ഓർമ്മയിൽ ആ അവസ്ഥയില്ല. ഇപ്പോൾ ഞാൻ ആ പഴയ പ്രസാദായിരിക്കുന്നു. അല്ല, പഴയ പ്രസാദല്ല. പഴയ പ്രസാദ് ഞാനെന്ന ഭാവത്തിൻ്റെ വെച്ചുകെട്ടലോടുകൂടിയ ഒരു സില്ലി എഞ്ചിനീയർ ആയിരുന്നു. കിണറ്റിലെ തവള. എല്ലാം അറിയാവുന്ന ഭാവവുമായി നടന്നവൻ. സ്വന്തം കുടുംബജീവിതം പോലും ആ ഈഗോ കൊണ്ട് താറുമാറാക്കിയവൻ. ആ പ്രസാദിനെ ഈ നോർമൽ മനുഷ്യനാക്കിയത് ഡോക്ടർ രേഖയാണ്. ഒരിക്കലും എനിക്കവരെ മറക്കാനാവില്ല. അവരെനിക്ക് പുനർജന്മം തന്നു അമ്മേ. ആജീവനാന്തം ഞാൻ അവർക്ക് കടപ്പെട്ടിരിക്കുന്നു. ഇനി ഏത് ആഘാതത്തിന് മുന്നിലും ഞാൻ പതറാതെ നിൽക്കും. ആഹാ, ചരിത്രവും പുരാണവും ഒക്കെ പറഞ്ഞ് നിൽപ്പാണോ? പുറപ്പെടുകയല്ലേ? ഡോക്ടറുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു പ്രസാദ്. അയ്യോ, പറഞ്ഞു പറഞ്ഞ് എന്നെ മഹാത്മാവാക്കി കളയല്ലേ. എന്റെ കുഞ്ഞിന്റെ രോഗം ഭേദമാക്കി തന്നില്ലേ? മഹാത്മാവ് തന്നെയാ ഡോക്ടർ. അങ്ങനെയൊന്നും പറയരുതമ്മേ. ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നു. വളരെ ചെറിയൊരു ജീവിയാണ് ഈ മനുഷ്യൻ. പക്ഷേ ലോകം മുഴുവനും തന്റെ ചുമലിലാണെന്ന് അവൻ വിശ്വസിക്കുന്നു. വിഡിത്തം. ഇവിടം വിട്ടു പോരാൻ പ്രസാദിന് മനസ്സ് വരുന്നില്ല എന്ന് പറയുന്നു. ഡോക്ടറുടെ സംസാര ശൈലി കേട്ടിട്ട് എനിക്കും അങ്ങനെ തോന്നുന്നു. ഇത് നഴ്സിംഗ് ഹോമല്ല, വീടാണ്. ഇത് ഡോക്ടറല്ല, ഗൃഹനാഥയാണ്. മോളോട് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. എന്നോടല്ല, ഈശ്വരനോടാ. കേസും കൂട്ടും ഒക്കെ ഒഴിഞ്ഞു പോവും. ദൈവം ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ മോളെ കാത്തുരക്ഷിക്കും. ഇത് മാത്രം കേട്ടാ മതിയമ്മേ. മനസ്സ് നിറഞ്ഞു. എന്നാ ഇനി വൈകണ്ട, പുറപ്പെട്ടോളൂ. വരൂ അമ്മേ. മോളെ പോയിട്ട് വരട്ടെ. ശരി അമ്മേ. എന്നാ പോയിട്ട് വരട്ടെ. ശരി. പോവല്ലേ? അതെ. അപ്പോ എവിടെയെങ്കിലും വെച്ച് കാണാം. കാണാതെ പറ്റില്ലല്ലോ. ഓക്കെ. ശരി ഡോക്ടർ. ശരി. ഇനി യാത്ര പറയുന്നില്ല കേട്ടാ.
എന്താ? ഒന്നുമില്ല, ചുമ്മാ. ശ്ശെ. ചെറിയച്ചൻ, ചെറിയച്ചാ, ഇനി ചെറിയച്ഛനെ പേടിക്കണ്ട കേട്ടോ. ചെറിയച്ഛൻ്റെ അസുഖമൊക്കെ മാറി. ആ ദാ, രണ്ടാളും പിടിച്ചോ. ഇനി പേടിയില്ലല്ലോ. ഇല്ല. ആ അവരെന്തിനാ പേടിക്കുന്നത് അല്ലേ മക്കളെ? ഇന്ന് ക്ലാസ്സിലെ രമേശേട്ടാ? ഇല്ലടാ, ഇന്ന് ശനിയാഴ്ചയല്ലേ. ഓ, ഞാനത് ഓർത്തില്ല. വാ വാ, അകത്തേക്ക് വാ. പ്രസാദിന് കുളിക്കാൻ വെള്ളം ചൂടാക്കിയോ മോളെ? ആ വെച്ചിട്ടുണ്ടമ്മേ. സുമിത്ര എന്നെ കാണാൻ വന്ന സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ടൊന്ന് പോകണ്ടല്ലേ? സുമിത്രയോട് നന്ദി വാക്കെങ്കിലും പറയേണ്ടതല്ലേ? വേണം മോനെ, നീ സുമിത്രയും ശങ്കർജി സാറിനെയും ചെന്ന് കാണണം. നമ്മുടെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്തിരിക്കണം, അല്ലേ ബാലേട്ടാ? പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന ഉടനെ പോകണോ? സാവകാശം പോയാൽ പോരെ? ശങ്കരനിപ്പോൾ തൊട്ടടുത്തല്ല താമസം, 100 കിലോമീറ്റർ ദൂരെയാ. ഒരു ദിവസം വേണം അവിടെ പോയിട്ട് വരാൻ. അതൊന്നും സാരമില്ല. സാരമുണ്ട് പ്രസാദേ. വിശ്രമം വേണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞത് ഓർമ്മയില്ലേ? അതെ മോനെ, ക്ഷീണമൊക്കെ മാറിയിട്ട് സാവകാശം പോയി കണ്ടാൽ മതി. ശരി.